ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മളുടെ MLA റൂട്ടിലാണ്. ഇവിടെ ഒരുപാട് പേര് നടക്കണത് കണ്ടു, ഒരുപാട് പേര് ഓടണത് കണ്ടു. എൻ്റെ കൂട്ടുകാരനെ അവിടെ കണ്ടത് ഞാനിതിലിട്ടുണ്ട്. നമ്മളുടെ സ്വന്തം കാർപ്പൻ്റർ ആളൊക്കെയാണ് എനിക്ക് ഈ ഒരു നടത്തത്തിനുള്ളൊരു ഊർജം, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്ലിങ്ങിനുള്ളൊരു ഊർജമൊക്കെ തരുന്ന ആളാണ്. ഇന്ന് സൈക്ലിംഗ് റൈഡാണ്, ഇന്ന് സൺഡേ ആണ്. അതെന്താ കാര്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സൈക്ലിങ്ങിനൊക്കെ ഒരു ട്രാക്ക് അവർ തന്നിരിക്കുകയാണ്. അതായത് ഈ പൊല്യൂഷൻ ഇതിനെ നിരുത്സാഹപ്പെടുത്തുക, അതുപോലെ തന്നെ എക്സർസൈസ്. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, കൂടുതലായിട്ട് നമ്മളിങ്ങനെ വൾഗറായി അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരു ട്രാക്ക്, അതായത് അവിടുത്തെ ഭരണാധിപർ അത്രയ്ക്കും സന്തോഷ് കുളങ്ങരയുടെ ഒക്കെ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഇങ്ങനെ നന്നാവണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നത്. നമ്മളെ ഭരണാധികാരികളും അതിനു വേണ്ടി പ്രത്യേകം അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളിൽ അത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നത് വലിയൊരു ചിന്താ വിഷയമാണ്. ഞാനടക്കമുള്ള ജനങ്ങളിൽ നമുക്കത് എത്രത്തോളം പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കതിന് എത്രത്തോളം അത് ഇന്നത്തെ ജീവിതത്തിൽ എത്രത്തോളം അതിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട്, അത് വലിയൊരു സംഭവമാണ്. നമുക്ക് അവിടേക്ക് ഈ നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധന. എൻ്റെ സ്കൂള് SRKG VMHS കർണാടകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൻ്റെ മുകളിൽ ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള ഒരു വാചകമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണരൂ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ നോക്കിയിടത്തോളം എൻ്റെ കൂട്ടുകാരന്മാരുടെ മക്കള് ഇന്ന് അമേരിക്ക, ഗൾഫ്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്പ്, പന്തലിച്ച് കിടക്കാണ്. നമ്മുടെ കൂട്ടുകാരനാണ്, എന്തോന്നറിയില്ല, നമ്മുടെ ആള് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ 55 വയസ്സായിട്ടും ആള് ആരോഗ്യം നിലനിർത്തുന്നു. നിങ്ങൾക്ക് ആളെ സ്ഥിരം ഇവിടെ കാണാവുന്നതാണ്. കാരണം ആള് അയ്യന്തോള് നമ്മുടെ എന്താ പറയാ, അയ്യന്തോള് സിഗ്നലും ആ വഴിക്കൊക്കെ സ്ഥിരം കാണാവുന്ന നമ്മള് കണ്ടുപിടിച്ചുള്ള ഒരാളാണ്. ആള് നമുക്കൊന്ന് പരിചയപ്പെടാം. പോലെയാണ് എങ്ങനെയാണെന്നറിയില്ല, ഫ്രീഡം ഉണ്ടോന്നറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറുന്നു. ഒരു വിഷയം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ മിമിക്രി ചെയ്യുമായിരുന്നു. അല്ലെ ഇപ്പോ ഞാൻ +2 PDC പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് തന്നു കഴിഞ്ഞ് നമ്മളതിന് നേരെ ചിലപ്പോൾ 15 പേപ്പറിലൊക്കെയാണ് ഞാൻ എഴുതുക. ഇങ്ങനെ വാചാലായി ഇങ്ങനെ നമുക്ക് തോന്നിച്ച വിഷ്വൽസ്. ഹിസ്റ്ററിയാണ് കൂടുതൽ ഇഷ്ടം. ഒരു അഡ്വക്കേറ്റ് ആവാനായിരുന്നു താല്പര്യം, ലോയർ. നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. എന്ന് പറയാം, പൃഥ്വിരാജൊക്കെ പറയണ പോലെ ആരുടെയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ കുറെ സംസാരിക്കാം. സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നില്ല. പെരുമാടൻ വർക്കി, അതാണ് എൻ്റെ അപ്പനും അമ്മയുടെ. താങ്ക് യു. അടാട്ട് എല്ലാവർക്കും അറിയാവുന്നവരാണ്. കൂലിപ്പണിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അധികം അങ്ങനെ പഠിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ മോശമാക്കിയില്ല. നല്ലൊരു ജോലിക്ക് തമ്മിലാണ് നമ്മുടെ
ആള് ആശാരി ആശയങ്ങളായിട്ട് 60 വയസ്സായിട്ടും വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണെന്ന് അറിയില്ല. ജോലി അതിൻ്റെതായിട്ടുള്ള ഞാൻ കൂടുതൽ പറയുന്നില്ല, യാത്രയിലാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. അങ്ങോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ അല്ല, ആ വിഷയം തന്നെയല്ലേ പറഞ്ഞു. അതെ, പലരും നമ്മൾ നടക്കുമ്പോൾ പറയണ ഒരു കാര്യമുണ്ട്. അത് ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരെന്നോട് പറയാറുണ്ട്, അവന് ഷുഗർ ഉണ്ടാവില്ല, അതാവില്ല നടക്കണ്ടാവുക. അപ്പം അവർക്കത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് സോളമ നടക്കാൻ പോണ്ടല്ലോ, അത് അവന് കാലും പോയാണ്ടാണ്. അല്ലെ ഷുഗർ വരൂട്ടാ, ഷുഗർ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് പൊതുജനത്തിന് ഒരു സന്തോഷമാണ്. അവൻ ട്രൗസറൊക്കെ ഇട്ടിട്ട് ജാതി റോളിൽ നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവന് പ്രഷർ ഉണ്ടാവും, അതാവും എന്ന് പറയും. അതെന്തായാലും രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് അവര് അതിനെ മാറ്റണം. എന്നുവെച്ചാൽ അവരതിന് നിൽക്കണില്ല. കാരണം അവരതൊരു എന്നുവെച്ചാൽ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്താങ്ങാനും മറ്റുള്ളവരുണ്ടാവും. അത് ശരിയാവും, അവന് ഷുഗറായ കാരണമാവും. അപ്പൊ ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്ത് പറയാണ്, ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്, നിങ്ങൾ അരമണിക്കൂർ 10 മിനിറ്റ് ജീവിക്കണം. നമുക്ക് ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാം. ഡൽഹിയിലത്തെ പോലെ ആവരുത്, പൊല്യൂഷൻ അങ്ങനെ ഉണ്ടാവരുത്. ഗ്രീൻ ആർമി എന്നൊക്കെ പറയുന്ന ഒരുപാട് പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ കൂടെ നിൽക്കാം, നല്ലതിൻ്റെ കൂടെ നിൽക്കാം. ഞാനതിൻ്റെ ഒരു ബോധവൽക്കരണം കൂടിയായിട്ടാണ് ഇന്ന് സൈക്കിൾ എടുത്തിട്ടുള്ളത്. കാരണം സൈക്കിളാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കിളാവുമ്പോൾ ഡീസൽ വേണ്ട, പെട്രോൾ വേണ്ട, മണ്ണെണ്ണ വേണ്ട, പമ്പ് വേണ്ട എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു വാചകമാണോ അത്. നമുക്ക് എവിടേക്ക് വേണം ഇങ്ങനെ പോവാം. പിന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വേറെ ആരും വീട്ടിൽ വേറെ പ്രത്യേകിച്ച് കുറച്ച് മീനുകളുണ്ട്, കുറച്ച് പക്ഷി മൃഗലതാദികളുണ്ട്, താമരയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നടാട്ട് റൂട്ടിലാണ്, മാപ്പിലാണ്. ഓക്കെ, താങ്ക് യു.